ഇന്നും അട തന്നെ. എൻ്റെ കൃഷ്ണ, ഞാൻ എത്ര നാളായി നിന്നെ പ്രാർത്ഥിക്കുന്നു. നിനക്ക് ഞാൻ മാല കെട്ടിയിടുന്നു, നിന്റെ കാൽക്കൽ പൂക്കൾ വെക്കുന്നു. എനിക്ക് എന്ത് കിട്ടിയാലും അതിൽ കുറച്ച് ഞാൻ നിനക്കും കൊണ്ടുതരുന്നില്ലേ? എന്നിട്ട് നീ എന്താ എൻ്റെ സങ്കടം കാണാത്തത്? വിഷുവായിട്ട് ഇന്ന് അമ്മ എനിക്ക് ഈ അടയാണ് തിന്നാൻ തന്നത്. ഇന്നാ എന്നത്തെയും പോലെ നിനക്കുള്ള പങ്ക് നീ കഴിച്ചോ. ഇത് എവിടുന്നാ ഈ പാട്ട്? നീ ഏതാ? നിന്നെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുട്ടിയെ എന്നും കാണാറുണ്ട്. എന്നെയോ? അതെ, അമ്മു എന്നല്ലേ കുട്ടിയുടെ പേര്. അതെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. ഇതെന്താ കയ്യില്? അമ്മ എനിക്ക് കഴിക്കാൻ തന്ന അടയാണ്. എന്നിട്ട് കഴിക്കാഞ്ഞതെന്തേ? ഇത് കഴിച്ച് കഴിച്ച് മടുത്തു. ഞാനും രാവിലെ ഒന്നും കഴിച്ചില്ല. അമ്മു അതെനിക്ക് തരുമോ? തരാലോ. ഹായ്, നല്ല രുചിയുണ്ടല്ലോ. ഒന്നെങ്കിൽ കൊൽക്കട്ട, ഇല്ലെങ്കിൽ അട. ഇത് രണ്ടുമാണ് എനിക്ക് അമ്മ എന്നും തരുന്നത്. ഇനി ഞാൻ അമ്മൂന് കഴിക്കാൻ ഒരു കാര്യം തരാം. ഹായ്, ഇത് എവിടുന്നാ ഈ പാൽപ്പായസം? എനിക്ക് കഴിക്കാൻ പാലും പഴവും പായസവും പച്ചരി ചോറും എല്ലാം കിട്ടും. ഹായ്, കൊതിയാവുന്നു. ഞാൻ ചോറ് തിന്നിട്ട് 3 ദിവസമായി. അമ്മ വിഷമിക്കണ്ട, ഇനി എല്ലാം ശരിയാവും. കുട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് കണ്ണനെന്നാ. കണ്ണൻ എന്നോടൊപ്പം കളിക്കാൻ വരുമോ? അമ്മു എന്നെ എപ്പ വിളിച്ചാലും ഞാൻ വരും. എനിക്ക് സന്തോഷമായി. ഇനി അമ്മൂന് എന്നും സന്തോഷമായിരിക്കും. നോക്കിക്കോ. അയ്യോ, അമ്മ വിളിക്കുന്നു. ഞാൻ പോകട്ടെ. ഇത് അമ്മയ്ക്കും കൂടി കൊടുക്കണം. എന്നാ ശരി. എന്റെ കൃഷ്ണ, ഇതെന്റെ കൂട്ടുകാരൻ തന്ന പാൽപ്പായസവാ. ഇത് ഞാൻ നിനക്കും കൂടെ തരാം. ഇത് ഞാൻ കണ്ണന് കൊടുത്ത അടയല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു?